ഇപ്പം മമ്മൂക്കായ്ക്ക് ഇപ്പോൾ ഒരു പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മൂപ്പരോട് ഒരു ആദരവ് കൂടുമോ? ഇല്ല, കൂടില്ല. എനിക്ക് കൂടില്ല. കേരളത്തിലെ മമ്മൂക്കാരെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും പത്മവിഭൂഷണം ആരെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു വെറും സാങ്കേതിക സംജകളായിട്ട്, സാങ്കേതിക പദവികളായിട്ടോ അല്ലെങ്കിൽ കിരീടങ്ങളോ ആയിട്ട് നിൽക്കുന്നുള്ള എൻ്റെ അഭിപ്രായം. ഓക്കെ, ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യന് നമ്മുടെ മമ്മൂക്കനായിട്ട് നല്ല കട്ട കമ്പനിയാണ്. കട്ട കമ്പനി അവളുടെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം കൈരളി എന്ന ചാനലിന്റെ MD ആണ്. ചെയർമാനായിട്ട് മമ്മൂക്കയാണ് തുടരുന്നത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഓക്കെ, അതൊന്നല്ല ചർച്ച. ജോൺ ബ്രിട്ടാസ് തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തന്ന എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് വാക്കുകൾ തന്നെ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ കാലങ്ങളായിട്ട് ഇവിടെയുള്ള സർക്കാരുകൾ തഴയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വാജ്പേയിയുടെ കാലത്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പുരസ്കാരം കിട്ടുന്നത്. അതിനുശേഷം പിന്നെ പുരസ്കാരങ്ങളൊന്നും ഇതുവരെ തേടിയെത്തിയിട്ടില്ല. മനഃപൂർവ്വം തഴയുന്നതാണ്. എന്തിനു പറഞ്ഞ കേരള സർക്കാർ അടക്കം ഇവിടെ നിന്നും ഈ പ്രാവശ്യം നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ നാഷണൽ ലെവലിലേക്ക് പോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും മമ്മൂട്ടിയെ ചവിട്ടി താഴ്ത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഓൾറെഡി ഇവരിന് എത്ര വലിയ അവാർഡ് കൊടുത്താലും അതിന്റെയൊക്കെ മുകളിലുള്ള അവാർഡുകൾ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അദ്ദേഹം സ്നേഹം അത്ര വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലെ. ഇത്രയും നല്ല ഒരു അഭിനയം, ഇത്രയും നല്ലൊരു അഭിനേതാവിന് ഇനി നമ്മുടെ ഇന്ത്യയിൽ കാണിച്ചു തരാൻ കഴിയുമോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. പല ആളുകളും പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ ഒരാളെ ഉള്ളത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഇത്രയും നാൾ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിനൊന്നും പുതിയൊരു ജീവൻ നൽകാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്നാൽ പുതിയ ക്യാരക്ടറുകൾ ചെയ്യുന്നതോ അതും ആരെ കൊണ്ടും കഴിയില്ല എന്നുള്ളത്. അത് അവർ തമ്മിലുള്ള സൗഹൃദ വലയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടായ കുറച്ച് കാര്യങ്ങൾ, പിന്നെ മമ്മൂട്ടിയെ കുറിച്ചിട്ട് പച്ചയായ കുറച്ച് സത്യങ്ങളും കേൾക്കാം. പിന്നെ മമ്മൂക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാമായിരിക്കും. അതായത് ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഇപ്പോഴൊരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥി. ഇതുപോലൊരു വിദ്യാർത്ഥി ഞാൻ കണ്ടിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ കയ്യിലൊരു ചെറിയൊരു സാധനം ഉണ്ടെന്ന് വെച്ചൊരു ഉപകരണം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയും അറിയാത്ത കാര്യങ്ങൾ പുള്ളി ചോദിച്ചെടുക്കുകയും ചെയ്യും. നിരന്തര വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ആ നിരന്തര വിദ്യാർത്ഥി എന്നുള്ളൊരു സ്വഭാവ തലമാണ് ഒരുപക്ഷെ സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പ്രേരകമാകുന്നതും. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ്. പുതിയ ടെക്നോളജികളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പുതിയ സാങ്കേതിക വിദ്യകളോട് കൂടി വരുന്ന കാറുകൾ, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ മലയാളികളായിട്ട് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടിയുടെ സ്വഭാവം എന്താണെന്ന് എല്ലാ മനുഷ്യന്മാർക്കും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രിട്ടാസ് അത് പറയാതെ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഒരു ധാരണയുണ്ട്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. പുതിയ വാച്ചുകളാണെങ്കിലും പുതിയ ക്യാമറകളോടൊന്നും കൂടി കൂടുതൽ താല്പര്യമുണ്ട് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഷെൽഫിൽ ഇഷ്ടം പോലെ ക്യാമറകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. പൈസ ഉള്ളവർ, കായുള്ളവൻ എന്ത് ആവാല എന്നുള്ളൊരു കാര്യം പറയാം. പക്ഷെ പൈസ ഇല്ലാത്തവനും പുതിയ ടെക്നോളജികളെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ പഠിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയും. പുതിയ ഇംഗ്ലീഷ് വേർഡുകൾ അടക്കം അദ്ദേഹം പലപ്പോഴും പല ഇന്റർവ്യൂകളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്ഭുതം, പുതിയൊരു സാധനം, ഇതെന്താണല്ലേ, ഒരു സാധനം അദ്ദേഹത്തിന്റെ എപ്പോഴും ഉണ്ടാവും. അതൊരു കഴിവ് തന്നെയാണ്. അത് മറ്റുള്ള നടന്മാർക്ക് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോളജ് ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ഞങ്ങൾക്കിടയിലുള്ള വ്യവഹാരങ്ങളിൽ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുമ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ചില ന്യൂവൻസസ്, മറ്റു കാര്യങ്ങൾ പലപ്പോഴും പുള്ളി ചോദിക്കും. എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പുള്ളിയോട് ചോദിക്കും. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അതിർത്തിയില്ലാത്ത ഒരു സംഭാഷണ വീജ് ഞങ്ങൾക്കിടയിലുണ്ട്. അതൊരു മാനസിക പൊരുത്തം കൂടിയാണ്. അല്ലാതെ ചില ആൾക്കാർ വിചാരിക്കുന്ന പോലെ നമുക്ക് ഭയങ്കര മുൻചുണ്ടിയുള്ള ആൾക്കാർ എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഇതുവരെ തോന്നിയിട്ടേ ഇല്ല. മമ്മൂട്ടിയെ കുറിച്ച് അറിയുന്ന, മമ്മൂട്ടിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞൊരു വാക്ക് ഇതാണ്: അത് മുൻചുണ്ടിക്കാരനാണെന്ന് പലരും പറയുന്നു, എനിക്കത് അനുഭവിച്ചിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പല ആളുകളും ഇത് അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെ കാണുമ്പോൾ, പുറത്തിങ്ങനെ മിണ്ടാതെ പോണൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാകാം. അയാൾ അങ്ങനെ മിണ്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു ധാരണ ആളുകൾക്കുണ്ട്. പക്ഷെ ലാലേട്ടൻ വ്യത്യസ്തനാണ്. ലാലേട്ടനെ എപ്പോ കാണെങ്കിലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് എല്ലാവരോടും ചിരിച്ചും കളിച്ച് മന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷെ നമ്മൾ വിശ്വസിച്ച് വെക്കുന്നതും നമ്മളെ ഈ ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഇതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതും ആകാം. അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത്
മമ്മൂട്ടി ഒരു ചൂടനല്ല, മമ്മൂട്ടി അങ്ങനെ ഒരു ജാടയുള്ള മനുഷ്യനല്ല. അയാളൊരു പച്ചയായ മനുഷ്യനാണ്. എല്ലാവരും ഇപ്പോ ഒരു പരിചയമില്ലാത്ത സന്ദീപിനായിട്ട് മമ്മൂട്ടി കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു നിൽക്കേണ്ട കാര്യമില്ല, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പോവാ. കാരണം നമ്മൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ. മമ്മൂട്ടി ഞാനും തമ്മിൽ ആകെയുള്ള ബന്ധം എന്താ? അദ്ദേഹം സ്ക്രീനിൽ ചെയ്യുന്ന സിനിമകൾ കാണുമ്പോൾ ഞാൻ കൈയടിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളതാ അടിപൊളി, ഇഷ്ടമല്ലാത്ത അയ്യേ എന്ന് പറയും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾ പലതും വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ വിനോദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആള് മമ്മൂട്ടി എന്ന് പറഞ്ഞ് മരിക്കും, അങ്ങനത്തെ ഒരു മനുഷ്യനാ. ഒരിക്കൽ അദ്ദേഹം മമ്മൂട്ടിയെ കാണാൻ കോഴിക്കോട് ഒരു ഷൂട്ടിംഗ് വേളയിൽ പോവുക. ആ ഒരു സമയത്ത് അവിടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു, ഡി ക്യുയെ കാണാൻ വേണ്ടിയിട്ട് കോളേജ് പെൺകുട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പൊ നമ്മൾ വിനോദേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കൂലിപ്പണിക്കാരനാണ്, യൂണിയൻ പണിക്കാരനാണ്. അപ്പൊ യൂണിയൻ ആ ഒരു ആളൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അത്ര സാമ്പത്തികം ഇല്ലാത്ത ഒരാളായതുകൊണ്ടും അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്കൊന്നും വലിയ മൈൻഡ് ഒന്നും ഇല്ല. ആ ഒരു സമയത്ത് ദുൽഖർ സൽമാൻ അങ്ങനെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ കുറെ പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്നുണ്ട്, വിനോദേട്ടൻ നിൽക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വിനോദേട്ടൻ അങ്ങനെ ജോർജേട്ടൻ ഒന്ന് കൈയായിട്ട് കാണിച്ചു. ആ വിനോദുവാ, ആ എല്ലാരും ആ അന്തം വിട്ട് നിൽക്കുക. വിനോദേട്ടനെ നേരെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യം പറയാനാണ് എന്നാണ് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം നേരെ അവിടെ ചെല്ലുന്നു, മമ്മൂട്ടിയെ കാണുന്നു, സംസാരിക്കുന്നു. ദുൽഖർ അടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ദുൽഖറിന്റെ ഫാൻ അല്ല അയാള്. അപ്പൊ ദുൽഖർ ചോദിക്കുക, അല്ല ഒരു ഫോട്ടോ എടുക്കല്ലേ, ഫോട്ടോ എടുക്കാനാണോ എന്നുള്ള സാധനം ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഫാനല്ല, ഞാൻ മമ്മൂട്ടിയുടെ ഫാനാ. അത് കേട്ടപ്പോൾ ദുൽഖർ ചിരിച്ചത്രേ. മമ്മൂട്ടിയും ഒരു ചിരി ചിരിച്ചു എന്നാ പറഞ്ഞു കേട്ടത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത പെൺകുട്ടികൾ എന്താ ചെയ്തറിയോ? വിനോദേട്ടന്നല്ല ചേട്ടാ, ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ ഒന്ന് ചോദിക്കും. അത് ദുൽഖറിന്റെ അടുത്ത് പോയിട്ട് ആള് പറയാം, അവരെ ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നുണ്ട്, ഒരു ഫോട്ടോ എടുത്തു കൊടുക്കും. അങ്ങനെ അന്ന് ദുൽഖറിന്റെ കൂടെ നിന്നും മമ്മൂട്ടിയുടെയും കൂടെ എടുത്ത ഫോട്ടോ ഉണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധാരണ ഒരു മൊബൈൽ ഫോണാണ്. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു, അതായത് ജാടയുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാൻസ് ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ഇന്നും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മരിക്കും, അങ്ങനത്തെ ഒരു മനുഷ്യനാ. അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത്രയുള്ള ആള് ജാടയൊന്നും ഇല്ല, വെറുതെ ആളുകൾ അടിച്ചു വിടുക എന്നുള്ളതേ. എന്നെ വിസ്മയിപ്പിക്കുന്ന ആളല്ലേ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടനുണ്ടോ? എനിക്ക് അത്ഭുതമാണ്. ഒരുപക്ഷെ മമ്മൂക്കായ്ക്ക് ഇനി ആ പരീക്ഷണം നടത്തുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ ഇനി പുള്ളിക്ക് എന്താ നേടാനില്ല, പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇനി നേടാനുള്ളതൊക്കെ യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യങ്ങളാണ്, പുതിയ പരീക്ഷണങ്ങളിലൂടെ. അല്ലാതെ അത് അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഇത്ര അധികം പരീക്ഷണങ്ങൾ നേരിട്ട മറ്റൊരു നടനില്ല, അങ്ങനെ തന്നെ പറയണം. അദ്ദേഹത്തിന്റെ ഇപ്പൊ ലാസ്റ്റ് ഒരുപാട് സിനിമകള് വളരെയധികം ആളുകൾ പ്രശംസിച്ചാണ്. അതായത് ഇപ്പൊ ഹിന്ദിയിൽ നിന്നാണെങ്കിലും തെലുങ്കിൽ നിന്നാണെങ്കിലും എല്ലാ ലാംഗ്വേജിൽ നിന്നും ആളുകൾ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ മമ്മൂട്ടി ഒരു ലെജൻഡ് ആക്ടർ ഉണ്ട് ഇവിടെ, മെഗാസ്റ്റാർ മമ്മൂക്ക. അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എന്ത് ധൈര്യത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് പുതുമ തേടുന്ന ഇത് ഒരു വലിയൊരു കഴിവ് തന്നെ. അദ്ദേഹം ടെക്നോളജിയുടെ കാര്യത്തിൽ മാത്രമല്ല അപ്ഡേഷൻ, അദ്ദേഹത്തിന് സ്വയം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് തേച്ച് മിനുക്കിയെടുത്താണ് ഞാൻ എന്നെ, ഇനിയും തേച്ചാൽ ഇനിയും മിന്നും, തിളങ്ങും, വെട്ടിത്തിളങ്ങും, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ അദ്ദേഹത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ വന്ന സിനിമകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. പഴയ സിനിമകളെ കുറിച്ച് പറയുന്നില്ല, പുതിയ സിനിമകളൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഏതെങ്കിലും ഒരു സിനിമയിൽ ഇന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ അടുത്ത സിനിമയിൽ വരുമോ? വരില്ല. ഇന്ന മുഖഭാവം അടുത്ത സിനിമയിൽ വരുമോ? വരില്ല. എന്നും പുതുമയാർന്ന രീതിയിലുള്ള ഭാവങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ഇപ്പൊ ബോട്ടക്സ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് ലാലേട്ടന്റെ മുഖത്ത് ഒരുപാട് എക്സ്പ്രഷൻസ് നശിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു കിട്ടാൻ കുറച്ച് സമയം എടുക്കത്. പക്ഷെ മമ്മൂട്ടിയുടെ ഒപ്പം നിൽക്കാൻ കഴിവ് ഇപ്പൊ മോഹൻലാലിന്റെ മുഖഭാവങ്ങൾക്കില്ല എന്നുള്ളതാണ്. ശബ്ദ മോഡുലേഷൻ കൊണ്ടല്ലാതെ നിങ്ങൾ കണ്ണൊക്കെ കണ്ടില്ലേ, കണ്ണിന്റെ അടിയൊക്കെ വലിഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഫാൻ ഫൈറ്റിന്റെ ഒരു കാര്യം എടുത്തിട്ടില്ല കേട്ടോ അവിടെ. അപ്പൊ നമ്മളുടെ മുഖം, നമ്മുടെ ശബ്ദം അത് നശിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ സിനിമയിലൊന്നല്ല എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ജഗതി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് തന്നെയാണ് ഓർമ്മ വന്നത്. യഥാർത്ഥത്തില് മമ്മൂക്ക പലർക്കും ഒന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് മമ്മൂക്ക. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയം, അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖല, അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അംബിഷൻസോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴദ്ദേഹം മലയാള സമൂഹം ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുന്ന നടന്മാരിൽ ഒരാളായിട്ട് ഇപ്പോഴും 40 വർഷമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയായിരിക്കും. മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരാളൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന്.
അതിനല്ല, ഞാൻ ഇതിനു വേണ്ടി ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. ഞാൻ ഇതിനു വേണ്ടി മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ? അതല്ല, ആ ഒരു കാര്യത്തിന് വേണ്ടി 100% അർപ്പണബോധത്തോടു കൂടി പണിയെടുക്കണം എന്നാണ് പറഞ്ഞുള്ളത്. അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. അതാണ് ഈ ഒരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു അർപ്പണബോധം തന്നെയാണ്, അല്ലെ? എനിക്ക് സിനിമ അത് മതി, വേറെ ഒന്നും വേണ്ട, ഞാൻ അതിനു വേണ്ടി പണിയെടുക്കും, ഞാനൊരു കുട്ടിയെ പോലെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദൃഢനിശ്ചയമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്, അല്ലെ? പിന്നെ എന്താണ്, എന്തെങ്കിലും വഴങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് ഏത് നടനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ടാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. അവാർഡ് കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ, അല്ലെങ്കിൽ പത്മ പുരസ്കാരത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ, അവരെ കാണുമ്പോഴാണ് ഞാനിങ്ങനെ പറയാൻ തോന്നുന്നത്. ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടന് ഇപ്പം വാജ്പേയിയുടെ കാലത്താണ് പത്മശ്രീ കിട്ടി. അതിനുശേഷം എത്രയോ ആൾക്കാർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും കൊടുത്തിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് എന്താ കിട്ടാൻ അർഹതയില്ലാത്തത് കൊണ്ടാണോ? അപ്പം കിട്ടുന്ന ആൾക്കാരുടെ പട്ടിക ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ലഭിക്കാത്തതിൽ ഒരു കുറവ് എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിലുള്ള മമ്മൂട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ലെന്നുള്ള അഭിപ്രായക്കാരൻ, സത്യസന്ധമായിട്ട് ഞാൻ പറയും. അദ്ദേഹത്തിന് ഇനി ഒരു പുരസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ പത്മ ബഹുമതിയുടെയോ ഒന്നും ആവശ്യമില്ല. അതിനേക്കാൾ ഏറെ ശോഭ അദ്ദേഹം ആർജിച്ച് കഴിഞ്ഞു എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. ഇവിടെ കൊടുക്കുന്ന അവാർഡുകളുടെ ഒക്കെ മുകളിൽ ഒരു വലിയ അവാർഡ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോ നമുക്ക് അവാർഡുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് ആള്. അതായത് പുതിയ രീതിയിലുള്ള പരിവേഷണങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പുതിയ പുതിയ രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിനാണോ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പുതിയ പുതിയ അവാർഡുകൾ. അത് കണ്ട് നമ്മളും ഞെട്ടിത്തരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും നാളായിട്ട് അവാർഡുകൾ തഴയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചൊരു കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. കാരണം മമ്മൂക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അവാർഡുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ പുതിയ രീതിയിലുള്ള സിനിമകളിലൂടെ അദ്ദേഹം അത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയും നിലനിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ വിളിക്കുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.